ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിൽ നമുക്ക് ആ ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തുകൊണ്ട് സെമി കണ്ടക്ടേഴ്സിനെ എന്താക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കണ്ടക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രീതി നമുക്ക് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലി ഒരു ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെമി കണ്ടക്ടറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പ്യൂരിറ്റി കൂടി അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ എന്ന് പറയും, ഡോപ്പിംഗ് എന്ന് പറയും. ഓക്കെ, ഡോപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയും. ആൻഡ് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ ഡോപ്പന്റ് എന്ന് പറയും. ഓക്കെ, ഡോപ്പന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെമി കണ്ടക്ടറിൽ ഇത്ര ആഡ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ കിട്ടുന്നത് നമ്മൾ എന്താ പറയുന്നത്, എക്സ്ട്രൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, എന്തെന്ന് അറിയപ്പെടുന്നത്, എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ അതിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിവിടെ പറഞ്ഞിരുന്നു. എങ്ങനെയൊക്കെയായിരുന്നു, നമുക്ക് അവിടെ ക്ലാസിഫിക്കേഷൻ വന്നിട്ട് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എൻ ടൈപ്പ് എന്ന് പറയും. ഓക്കെ, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നും അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ് നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, പി ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ബേസിക്കലി രണ്ട് ക്ലാസിഫിക്കേഷൻ എന്തിന് വരുന്നത്, നമ്മുടെ സെമി കണ്ടക്ടേഴ്സിന് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഇതൊക്കെ എക്സാമിനേഷൻ നമുക്കൊരു എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് യു മീൻ ബൈ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് വാട്ട് യു മീൻ ബൈ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ആ ഒരു സെക്ഷനിലൂടെ നമുക്ക് പോകാൻ പറ്റൂ. നമുക്കിവിടെ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ചൊക്കെ നോക്കണം. പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പി ടൈപ്പ് മെറ്റീരിയൽസ് എന്താണ്, എൻ ടൈപ്പ് മെറ്റീരിയൽസ് എന്താണ് കറക്റ്റ് ആയിട്ട് അവിടെ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അതെല്ലാം വെൽ ഡിഫൈൻഡ് ആയിട്ട് അറിഞ്ഞാലേ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത സെക്ഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ, പി എൻ ജംഗ്ഷനിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എൻ ടൈപ്പിനെ കുറിച്ചും പി ടൈപ്പിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എൻ ടൈപ്പ് മെറ്റീരിയലിനെ കുറിച്ചാണ്. ഓക്കെ, എന്തിനെ കുറിച്ചാണ്, എൻ ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം എന്തായാലും എൻ ടൈപ്പ് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു. എൻ ടൈപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എന്ത് ഓർക്ക് വേണം, നമുക്ക് അവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിൽ കൂടുതൽ വരുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് ആയിരിക്കും അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മെജോറിറ്റി ക്യാരറ്റ്സ് എന്ന് പറയുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ എങ്ങനെയാണ് എൻ ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എൻ ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ അതിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ നമ്മൾ ഈ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ മീൻസ് നമുക്കറിയാം പ്യുവർ സെമി കണ്ടക്ടർ. ഓക്കെ, ഒരു പ്യുവർ സെമി കണ്ടക്ടർ നമുക്കുണ്ടാവും. ഓക്കെ, സെമി കണ്ടക്ടർ നമുക്കുണ്ട്. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നവിടെ പറയുന്നത്. ഓക്കെ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയാം. ഓക്കെ, അത് നമുക്ക് എന്ത് കിട്ടി, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൽ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു എൻ ടൈപ്പിന്റെ വർക്കിംഗ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു എൻ ടൈപ്സ് മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി അറിയാം നമ്മുടെ ജെർമേനിയം. ഓക്കെ, നമുക്കറിയാം ജെർമേനിയത്തിൽ എന്ത് ബോണ്ടിങ്ങാണ് വരുന്നത്, കോവലന്റ് ബോണ്ടിങ്. ഓക്കെ, കോവലന്റ് ബോണ്ടിങ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇരിക്കുന്ന 4 ഇലക്ട്രോൺസും തൊട്ടടുത്തുള്ള ഇലക്ട്രോൺസുമായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോവാലന്റ് ബോണ്ടിങ് ഇങ്ങനെ ഫോം ചെയ്തിരിക്കും. ഓക്കെ, തൊട്ടടുത്തുള്ളതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് കോവാലന്റ് ബോണ്ടിങ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ടോ, ജെർമേനിയം എല്ലാം എന്ത് ചെയ്യുന്നു, കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് നമുക്കിനി നോക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ബോണ്ടിങ് ആണ്, ഇവിടെ ബോണ്ടിങ് വരുന്നുണ്ട്, ഇവിടെ ബോണ്ടിങ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ബോണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള, ഓക്കെ, പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി നമുക്ക് ആർസെനിക് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ആർസെനിക് ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് നമുക്ക് അതിൽ വരുന്ന ആന്റിമണി. ഓക്കെ, ആന്റിമണി എന്താണ്, പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോണർ ഇമ്പ്യൂരിറ്റി. ഓക്കെ, പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ മറ്റൊരു പേര് നമുക്ക് എന്തെന്ന് പറയാം, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡോണർ ഇമ്പ്യൂരിറ്റി. ഓക്കെ, DONOR impurity. Okay,
അതാണ് നമ്മുടെ ഡോണർ ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം ഇവരെന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. ആർക്ക്? നമ്മുടെ ക്രിസ്റ്റലിലോട്ട് ഇവർ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡോണർ ഇംപ്യൂരിറ്റി. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ നമ്മൾ പറഞ്ഞല്ലോ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഏതൊക്കെയായിരുന്നു? ആർസെനിക്. ഓക്കെ. നിങ്ങൾ ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് എന്ത് ചെയ്യും? ഒരു പേപ്പറും പേനയും കൂടി വെച്ചിട്ട് ഒന്ന് ലെക്ചർ നോട്ട് പോലെ ഷോർട്ട് നോട്ടായിട്ട് ഒന്ന് എഴുതിയെടുക്കുക. നോട്ട്സ് തരാം. ജസ്റ്റ് ഒന്ന് ടൈം ഡിലേ ഉണ്ടാവും. നോട്ട്സ് ചെയ്യാം ചെയ്തു തരാം. ബട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ലെക്ചർ നോട്ട് പോലെ കൂടി ഒന്ന് എഴുതി പോവുക. നിങ്ങൾക്കത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു റഫ് പേപ്പറിലോ ഒരു ബുക്കിലോ എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങളുടെ ലെക്ചർ നോട്ട് പോലെ ഇതൊക്കെ ഒന്ന് എഴുതുക. ഓക്കെ. ഞാനിപ്പോൾ ഈ ബോർഡിൽ എഴുതുന്ന പോലെ ഒന്ന് എന്ത് ചെയ്യുക? റാൻഡം ആയിട്ട് ഒന്ന് എഴുതിയെടുത്തേക്കുക. ഓക്കെ. അപ്പോൾ ആഴ്സനിക് അതിൻ്റെ എക്സാമ്പിൾ ആണ്. ആഴ്സനിക്കിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ആഴ്സനിക്കിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് 33 ആണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കേസ് എന്താണ് വരുന്നത്? നമ്മുടെ ആന്റിമണി വരുന്നുണ്ട്. ഓക്കെ. ആന്റിമണി വരുന്നുണ്ട്. അപ്പോൾ ആന്റിമണിയുടെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? ആന്റിമണി വന്നിട്ട് നമുക്ക് 51 ആണ് ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആഴ്സനിക്കോ ആന്റിമണി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി. ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും ഇവരുടെ ഓർബിറ്റ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമുക്ക് എത്ര ആറ്റംസ് മതി? 4 ആറ്റംസ് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി ഇവിടുത്തെ ഒരു ജെർമേനിയം ഇതങ്ങ് മാറ്റും. ഓക്കെ. ജെർമേനിയം മാറ്റും. അപ്പോൾ നമ്മൾ ജെർമേനിയം റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അവിടുന്ന് അങ്ങ് മാറും. ഓക്കെ. കണ്ടോ? ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? അവിടുന്ന് അങ്ങ് റിമൂവ് ആയിപ്പോയി. ബാക്കി ജെർമേനിയം അതുപോലെ ഇരിപ്പുണ്ട്. നമ്മുടെ സെന്ററിൽ ഇരുന്ന ആ ഒരു ജെർമേനിയം മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്? അവിടുന്ന് റിമൂവ് ചെയ്തത്. ഒന്നുകിൽ ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ഏതാണെങ്കിലും സെയിം എഫക്റ്റ് തന്നെയായിരിക്കും. നമുക്ക് രണ്ടും നമുക്കറിയാലോ. രണ്ടും എന്തിനാണ്? സെമി കണ്ടക്ടേഴ്സ് തന്നെയാണ്. രണ്ടും നമുക്കറിയാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ്. ടെട്രാവാലന്റ് ആണ്. 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിൽക്കുന്നതെന്ന് പറയാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ജെർമേനിയവും സിലിക്കണും സെപ്പറേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. രണ്ടും സെയിം ആയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ജെർമേനിയം ക്രിസ്റ്റൽ എന്ത് ചെയ്തു? അവിടുന്ന് റിമൂവ് ചെയ്തു. ഇനി നമ്മുടെ ആഴ്സനിക്കോ ആന്റിമണി നമ്മൾ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആഴ്സനിക് ആറ്റം നമുക്കറിയാം. ആഴ്സനിക് 33 ആണെന്ന് വെച്ചോളൂ. ഓക്കെ. ഞാൻ ഇവിടെ ആഴ്സനിക് ആറ്റം ഞാൻ ഇവിടെ വരയ്ക്കുവാണ്. ഇതാണ് നമ്മുടെ ആഴ്സനിക് എസ്. ഓക്കെ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? പുറത്ത് പെന്റാവാലന്റ് അല്ലേ? പെന്റാവാലന്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ 4 1 5 ഇലക്ട്രോൺസ് വരും. ഓക്കെ. 5 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? അവിടെ വരുന്നു. ഇനി അവിടെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുവാണ്. കണ്ടോ? ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. മൊത്തം എന്ത് ചെയ്തു? 5 ഇലക്ട്രോൺസ് വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ ഈ ഒരു ഡോപ്പിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇതിന് പതിയെ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവന്ന് നമ്മുടെ ഇതിനിടയിൽ ഫിക്സ് ചെയ്യിപ്പിക്കും. കണ്ടോ? ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബോണ്ടിങ്ങിന്റെ സ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ. അതായത് ഈ ബോണ്ടിങ് നമുക്ക് ഇവിടെ കറക്റ്റ് ആക്കാനായിട്ട് നമുക്ക് എത്ര എണ്ണം മതി? 4 എണ്ണം മതി. ഓക്കെ. 4 എണ്ണം നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ മതി. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? പുറത്ത് ചാടി നിൽക്കുവാണ്. കണ്ടോ? ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ബോണ്ടിനകത്ത് ജോയിൻ ആയി. അതായത് ഈ ആർസനിക്കിന്റെ ഈ ഒരു ആറ്റം നമ്മുടെ ജെർമേനിയുമായിട്ട് ബോണ്ടായി. ഈ ഒരു ആറ്റം എന്ത് ചെയ്തു? ഈ സൈഡിൽ ജെർമേനിയം ലെഫ്റ്റ് സൈഡിൽ ജെർമേനിയുമായിട്ട് ബോണ്ടായി. ഇതെന്ത് ചെയ്തു? റൈറ്റ് സൈഡിൽ ബോണ്ടായി. മറ്റേ നമ്മുടെ ടോപ്പ് പോർഷനിൽ എന്ത് ചെയ്തു? അവിടെ ബോണ്ടിലായിട്ടുണ്ട്. പക്ഷേ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ജമ്പ് ചെയ്ത് എന്ത് ചെയ്യുവാണ്? അതവിടെ പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടല്ലോ അത്. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് അഡീഷണൽ ഇലക്ട്രോണെ കിട്ടി. കണ്ടോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു അഡീഷണൽ ഇലക്ട്രോൺ കിട്ടി. ഇതിപ്പോ നമ്മുടെ ആ ഒരു ക്രിസ്റ്റലിലെ ഒരു പോർഷൻ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് പോർഷൻസ് ആ ക്രിസ്റ്റൽ ഉണ്ടാവും. മൾട്ടിപ്പിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്താവും? മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് ജെർമേനിയം അതിനകത്ത് ഉണ്ടാവും. നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അത്രയും ആർസനിക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ ഓരോ ക്രിസ്റ്റൽ ലാറ്റിസിലും അതിനെ ആർസനിക് റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അവിടെ അതിനെ ആ ജെർമേനിയത്തെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരുവാണ്? ആർസനിക് വരുവാണ്. ആർസനിക് വരുന്ന സമയത്ത് ആർസനിക് ഓർ ആന്റിമണി എന്ത് വന്നാലും നമ്മൾ അതിന്റെ അറ്റോമിക് നമ്പർ നോക്കണ്ട. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കിയാൽ മതി. 5 ആയിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ ഇവിടെ വന്നു. ഇനി തൊട്ട് അടുത്ത് വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഈ ജെർമേനിയം എന്ത് ചെയ്യും? ഈ ജെർമേനിയത്തിന് ഇപ്പുറത്തെ സൈഡ് ഉണ്ടാവുമല്ലോ. അവിടെ എന്ത് ചെയ്യും? ആ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ഇലക്ട്രോണും ഇവിടെ ഇരിക്കുന്ന ആർസനിക്കുമായിട്ട് എന്ത് ചെയ്യും? ഒരു ബോണ്ട് ഫോം ചെയ്യും. പിന്നെ അതിന്റെ 4 എണ്ണം ഇങ്ങനെ വരും. ഒന്ന് വീണ്ടും എന്ത് ചെയ്യും? എക്സ്ട്രാ വരും. അങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആർസനിക് ആറ്റം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഈ ഒരു ബോണ്ടിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബോണ്ടിങ്ങിൽ ആർസനിക് ആറ്റം വന്നു കഴിഞ്ഞാൽ ഓക്കെ. ആർസനിക് ആറ്റം ബോണ്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇങ്ങനെ കൂടും. ഓക്കെ. ഇലക്ട്രോൺസ് നമ്പർ എന്ത് ചെയ്തു?
ഫർദർ ഇറ്റ് ഇൻക്രീസസ്. ഓക്കെ, ഇലക്ട്രോൺസിന് എന്ത് ചെയ്തു, അവിടെ നമുക്ക് ഒരുപാട് കൂടി. അങ്ങനെ എന്ത് പറയാം, നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ആ ക്രിസ്റ്റലിൽ അവൈലബിൾ ആകും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ജെർമേനിയത്തിൽ എത്ര പെർസെൻറ്റേജ് ആഴ്സനിക് ആഡ് ചെയ്യണം, ഇത് നമുക്ക് ശരിക്കും പഠിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുമല്ലോ. നിങ്ങൾക്ക് മൂന്നാമത്തെ മോഡ്യൂൾ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ട്രാൻസിസ്റ്റേഴ്സിൽ നമുക്ക് 3 റീജിയൻസ് ഉണ്ട്. ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ച് നമുക്ക് 3 റീജിയൻസ് ആണ് എന്ത് ചെയ്യുന്നത് അതിൽ വരുന്നത്, എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, എമിറ്റർ റീജിയൻ, ബേസ് റീജിയൻ, കളക്ടർ റീജിയൻ. നിങ്ങളിപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രോണിക്സ് ഒക്കെ അത്യാവശ്യം അറിയുന്ന കുട്ടികളാണെങ്കിൽ, അറിയുന്നുള്ള മീൻസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചും ഒരു 12th സ്റ്റാൻഡേർഡിൽ ആവുമ്പോൾ നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചും LED ഇതുപോലത്തെ ബൾബും ലൈറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ സർക്യൂട്ട്സ് നിർമ്മിക്കാറുണ്ട്. ഇപ്പോൾ ഇല്ല, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിന് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു പോർഷൻ പഠിക്കാനായിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് നോക്കണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾ ആ സിലബസ് എടുത്തതിന് ശേഷം അതിനകത്ത് ട്രാൻസിസ്റ്റർ, PN ജംഗ്ഷൻ, അതുപോലെ നമ്മുടെ ഈ സ്പെഷ്യൽ പർപ്പസ് LEDs, LDR, ഇങ്ങനെ 1-2 ഡിവൈസ് ഉണ്ട്, ഫോട്ടോ ഡയോഡ്. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈം കിട്ടുമ്പോൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതൊക്കെ എന്താണെന്നൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിഞ്ഞതിന് ശേഷം, കാരണം ഇപ്പോൾ ലൈവായിട്ട് എടുത്ത് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എടുത്ത് നോക്കുക. ഓക്കെ, ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇല്ല, വീട്ടിൽ നമുക്ക് ഒന്നും തുറന്ന് പൊളിച്ച് നോക്കണമെന്ന് പറയുന്നില്ല. എന്നാൽ എന്ത് ചെയ്യുക, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇതിന്റെ എല്ലാ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആവുന്ന സമയത്ത് അവിടെ നിന്ന് ട്രാൻസിസ്റ്ററിന് 3 റീജിയൻസ് ആണ് വരുന്നത്, എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ അതിൽ ശരിക്കും ഈ എമിറ്ററിന്റെയും ബേസിന്റെയും കളക്ടറിന്റെയും ഒക്കെ റീജിയൻസ്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഓരോ PN ജംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഓരോ ജംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് എമിറ്ററിന്റെയും ബേസിന്റെയും കളക്ടറിന്റെയും ഡോപ്പിംഗ് യൂണിഫോം അല്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മീൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഇതിപ്പോൾ നമ്മൾ പ്യുവറായിട്ട് കംപ്ലീറ്റ് അങ്ങ് ആഡ് ചെയ്യുവാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർസെൻറ്റേജ് ആഡ് ചെയ്യും. ഓക്കെ, ഇത്ര പെർസെൻറ്റേജ് ജെർമേനിയത്തിന്, ഇത്ര പെർസെൻറ്റേജ് എന്താ ആഴ്സനിക് എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് എന്തിനാണ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ട്രാൻസിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പ്യൂരിറ്റി ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ എന്ത് വന്നു, അങ്ങനെ നമുക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്രത്തോളം നമ്മളിനി പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്ര പെർസെൻറ്റേജ് കഴിഞ്ഞ് നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ എന്ത് ചെയ്യും, ഈ ആഴ്സനിക് അവിടെ ഡോമിനന്റ് ആവും. ഓക്കെ, ആഴ്സനിക് ഡോമിനന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് സെമി കണ്ടക്ടിവിറ്റി എന്ന പ്രോപ്പർട്ടിയുമായിട്ട് പിന്നെ കണ്ടക്ടറിലോട്ടൊക്കെ മാറും. അപ്പോൾ അത് നമുക്ക് ശരിക്കും യൂസ്ഫുൾ അല്ല. സോ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ ഇതിനെ ഇവിടെ ഈ ഒരു ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂട്ടത്തുള്ളൂ. ഓക്കെ, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇത് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ 5ാമത്തെ ഇലക്ട്രോൺ, ഓക്കെ, ഇവിടെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു 5ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇവിടെ ഒരു 5ാമത്തെ ഇലക്ട്രോൺ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷന് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാതെ തന്നെ ആരെ കിട്ടി, ഒരു ഫ്രീ ഇലക്ട്രോൺ കിട്ടി, ഒരു ലാറ്റിസ് പോയിന്റിൽ. ഇതുപോലെ ഒരുപാട് ലാറ്റിസ് പോയിന്റ്സ് അവിടെ ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യും, അവിടെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവിടെ നമുക്ക് ലിബറേറ്റ് ചെയ്ത് വരും. ഓക്കെ, ബാക്കി എല്ലാവരും കോവലന്റ് ബോണ്ടിൽ ഏർപ്പെട്ട് ആ ബോണ്ടിങ് അവിടെ സ്റ്റേബിൾ ആക്കി നിർത്തും. അപ്പോൾ ഒരാൾ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് നിന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഓക്കെ, ലാറ്റിസിന്റെ പുറത്താണ്. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വേണോ അതിനിങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇതില് നമ്മുടെ ഈ ഒരു ഔട്ടർ മോസ്റ്റ് ഷെൽ നോക്കുമ്പോൾ, ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെൽ എന്നല്ല, നമ്മുടെ ഒരു എന്താ ബാൻഡ് നോക്കുമ്പോൾ, ഓക്കെ, നമ്മുടെ ബാൻഡ് നോക്കുന്ന സമയത്ത് എനർജി ബാൻഡ് നോക്കുമ്പോൾ ഇത് നമ്മുടെ എന്ത് പറയാം, കുറച്ചൊരു പുറത്തോട്ട് വരയ്ക്കുക കേട്ടോ, മുകളിലോട്ടായിട്ട് വരയ്ക്കുക. നമ്മുടെ ബാലൻസ് ബാൻഡ് ആണ്. ഓക്കെ, ബാലൻസ് ബാൻഡ്. ഇവിടെ എന്ത് ചെയ്യുന്നു, കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സെമി കണ്ടക്ടറിന്റെ ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഈ ഒരു എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ ആവുന്ന സമയത്ത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് ഒരുപാട് കണ്ടക്ഷൻ ബാൻഡ്സിൽ എന്ത് കിട്ടും, ഇലക്ട്രോൺസിന്റെ എണ്ണം അവിടെ നമുക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അതിനവിടെ എന്ത് സഹായിക്കും, കണ്ടക്ടിവിറ്റിക്ക് അവിടെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഒരു സെമി കണ്ടക്ടർ മാത്രം പ്യൂറസ്റ്റ് ഫോമിൽ വെച്ചാൽ നമുക്ക് അവിടെ കണ്ടക്ഷൻ നടക്കില്ല. അവിടെ നമ്മൾ തെർമൽ എനർജി സപ്ലൈ ചെയ്ത് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് അത്രയും ടാസ്ക്ഫുൾ ആണ്. അത് നമുക്ക് അത്രയും എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടക്ടിവിറ്റി കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വേണം, ഇനി ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് ഒരുപാടായാലും പ്രശ്നമാണ്. നമ്മൾ എന്തായാലും എക്സസ് ആയാൽ നമുക്ക് പ്രശ്നമല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പെയിന്റ് മിക്സ് ചെയ്യാന്ന് വെച്ചോളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു പിക്ചർ അടിക്കാൻ നമ്മൾ പെയിന്റ് മിക്സ് ചെയ്യുന്നു. അപ്പോൾ പെയിന്റിൽ ഒരു പരിധി വരെ നമ്മൾ വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ലൂസൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈറ്റ് ഷെയ്ഡ് ഒക്കെ നമുക്ക് കിട്ടും. ഇല്ല, നമ്മളിനി ഫർദർ വീണ്ടും അതിൽ വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരുന്നു, വാട്ടർ ആഡ് ചെയ്തുകൊണ്ടിരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ കുറയും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് പെയിന്റിങ് നമുക്ക് പോസിബിൾ ആവില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്ത് കാര്യമായാലും എക്സസ് ആയാലും എന്താണ്, പ്രോബ്ലം ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റില്ല,
ആർസെനിക് അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ആഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. ഇത് ഒരു കേസാണ്. ഓക്കെ. ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് കിട്ടും. ഇനി വേറൊരു കേസ് ശരിക്കും ഇവിടെ നമുക്ക് ഓൾറെഡി ഈ ഫ്രീ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതില് ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്ത് എന്ത് വരാം? ഈ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ഓക്കെ. അപ്പോൾ അതില് ചെറുതായിട്ട് എന്ത് ചെയ്യും? ഹോൾസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ചില സമയത്ത് എന്ത് ചെയ്യാം? ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന സമയത്ത് ഈ കണ്ടക്ഷൻ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് നേരെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. അതായത് ഈ കോവലന്റ് ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യും? അവിടെ പോകും. അങ്ങനെ ഒരു വശത്ത് നമ്മുടെ ആർസെനിക് കൊടുക്കുന്ന ഇലക്ട്രോണും മറ്റൊരു വശത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇതിന്റെ തന്നെ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ എടുത്താലും ഓക്കെ, നിങ്ങൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. കാരണം അടുത്ത് നമുക്കത് പി-എൻ ജംഗ്ഷൻ പഠിക്കുമ്പോൾ ഇത് അവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താലും അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ട്. ഓക്കെ. കാരണം ആർസെനിക് നമ്മൾ ആഡ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആർസെനിക്കോ ആന്റിമണിയോ ഒക്കെ ആഡ് ചെയ്ത സമയത്ത് അവിടെ എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. ആ ഇലക്ട്രോൺസിന്റെ കൂടെ തന്നെ ഇത് മെജോറിറ്റി കാരിയേഴ്സ് ആണ്. ഓക്കെ. ഒരു ക്രിസ്റ്റലില് അല്ലെങ്കിൽ ഒരു എൻ ടൈപ്പ് മെറ്റീരിയലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെമി കണ്ടക്ടറിലോ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ്, ചാർജസിനെ പറയുന്ന പേരാണ് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. എന്തെന്നറിയപ്പെടാം? മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിലെ മെജോറിറ്റി കാരിയേഴ്സ് ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ വേറൊരു കേസ്, ഇത് ഒന്നാമത്തെ കേസാണ് ആർസെനിക് കാരണം കിട്ടുന്ന മെജോറിറ്റി കാരിയേഴ്സ്. ഇനി ഞാൻ പറഞ്ഞു റൂം ടെമ്പറേച്ചറിൽ ചെറിയ വേരിയേഷനോ അല്ലെങ്കിൽ ചില സമയത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ എന്ത് സംഭവിക്കും? വാലൻസ് ബാൻഡിലിരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ജമ്പ് ചെയ്ത് നേരെ മുകളിലോട്ട് പോകും. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു വാലൻസ് ബാൻഡിലിരിക്കുന്ന ഇലക്ട്രോണ് മെല്ലെ ചാടി മുകളിലോട്ട് പോയാൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഹോൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? അവിടെ 1, 2 ഹോൾസ് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇലക്ട്രോൺസും ഹോൾസും ഉണ്ട്. പക്ഷേ കൂടുതൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും രണ്ടും തമ്മിൽ. ഓക്കെ. ഇപ്പോൾ ഒരു 100 ഇലക്ട്രോൺസ് ഇരിക്കുന്നെങ്കിൽ 1, 2 ഹോൾസേ അവിടെ കാണത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാം നമ്മൾ മെജോറിറ്റി ഉള്ള കാര്യമല്ലേ പറയുള്ളൂ. അപ്പോൾ എന്തായിരിക്കും? അവിടെ നമുക്ക് ഹോൾസിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും? നമ്മളൊരു പ്യൂർ സെമി കണ്ടക്ടർ എടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളൊരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ എന്ത് പറയാം? ഡോണർ ഇമ്പ്യൂരിറ്റി ഡോപ്പിംഗ് പ്രോസസ് വഴി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്ന ആർസെനിക്കും ആന്റിമണിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ കോമൺലി നമ്മളത് യൂസ് ചെയ്യുന്നത് എന്തെന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആർസെനിക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് യൂസ് ചെയ്യാം? നമുക്കതിൽ ആന്റിമണി യൂസ് ചെയ്യാം. നിങ്ങൾ അതിന്റെ അറ്റോമിക് നമ്പർ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. എക്സാമിനേഷൻ അതിന്റെ അറ്റോമിക് നമ്പർ കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത്രയും മാർക്ക് അവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിച്ച് അതിന്റെ അറ്റോമിക് നമ്പർ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഔട്ടർ മോസ്റ്റിൽ എന്തായാലും 5 ഇലക്ട്രോൺസ് വേണം. ഓക്കെ. അതുകൊണ്ടാണ് പെന്റാവാലന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോലെ കേട്ടോ. ഇത് മിക്കപ്പോഴും അതാണ് നമുക്ക് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പെന്റാവാലന്റ് ആണോ ട്രൈവാലന്റ് ആണോ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആവും. അതൊന്നും കൺഫ്യൂഷൻ വേണ്ട. പെന്റാവാലന്റ് ആകുമ്പോൾ എന്തായാലും 4 എണ്ണമാണ് നമുക്ക് സെമി കണ്ടക്ടറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും എന്ത് വേണം? ഒരു ഇലക്ട്രോൺ അവിടെ കൂടുതൽ വരണം. അപ്പോൾ എന്തായാലും 4 + 1 5 എന്തേ യൂസ് ചെയ്തേ പറ്റൂ? പെന്റാവാലന്റ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ആർസെനിക്കും ആന്റിമണിയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു നോർമലി എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോൺസ് കാരണം ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ഇതിന് പുറമേ തന്നെ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് കാരണം ചില സമയത്ത് കോവലന്റ് ബോണ്ടിങ് ഒക്കെ ബ്രേക്ക് ചെയ്യാം. അത് നോർമലി നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട. നോർമലി അത് നടക്കുന്ന പ്രോസസ്സാണ്. എന്ത് ചെയ്യും? അവിടെ നമുക്ക് തെർമൽ എനർജി കാരണം അല്ലെങ്കിൽ തെർമൽ അജിറ്റേഷൻ കാരണം അവിടെ എന്ത് ചെയ്യുന്നു? ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. ഈ ഇലക്ട്രോൺസ് പോകുന്ന ആ ഒരു വാക്കൻസി നമുക്കവിടെ എന്തായിട്ട് ഫീൽ ചെയ്യും? ഹോൾസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ മെജോറിറ്റി കാരിയർ മോസ്റ്റ് മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഹോൾസ് അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ആണെന്ന് പറയാം. ഇതിൽ പ്രീ ഡോമിനൻസ് എന്ന് പറയാം. ഓക്കെ. ഇലക്ട്രോൺസ് എന്തുണ്ട്? ഡോമിനൻസ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തേ കാണുള്ളൂ? ഇലക്ട്രോൺസ് നമ്മൾ അതിൽ കാണുള്ളൂ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ഒരു കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എങ്ങനെയാണ് ഈ ഒരു കണ്ടക്ടിവിറ്റി നടക്കുന്നത് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിട്ട് ഓക്കെ, ഒരു എൻ ടൈപ്പ്
സെമി കണ്ടക്ടറെ സംബന്ധിച്ച് അവിടെ മെയിൻലി ആര് കാരണം ഈ കണ്ടക്ടിവിറ്റി വരുന്നത് നമുക്കറിയാം, ഇലക്ട്രോൺസ് കാരണമാണ്. ഓക്കെ, ഇലക്ട്രോൺസ് കാരണം എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് കണ്ടക്ടിവിറ്റി വരുന്നത്. ഓക്കെ, അത് എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, നെഗറ്റീവ് ചാർജാണ് എന്ത് ചെയ്യുന്നത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരു പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യും, അതിലവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, അവിടെ നമുക്ക് കണ്ടക്ടിവിറ്റി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു എന്താ, ഇതാണ് നമ്മളൊരു എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് വെച്ചോളൂ. ഓക്കെ, നമ്മുടെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഇതൊരു എൻ ടൈപ്പ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബാറ്ററി സോഴ്സ് വരെ ഇതിനെ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിതൊരു ബാറ്ററി സോഴ്സ് വരെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ബാറ്ററി സോഴ്സ് വരെ എന്ത് ചെയ്തു, ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ ബാറ്ററി സോഴ്സ് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവും, ഈ ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് ആണ്, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും, ഇതെല്ലാം ഇലക്ട്രോൺസ് ആണ് വെച്ചോളൂ കേട്ടോ. ഇതെല്ലാം ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോകും. കണ്ടോ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജസ് അവിടെ ഉണ്ടാവും. ഓക്കെ, പോസിറ്റീവ് ചാർജിന്റെ ഇമ്പ്യൂരിറ്റി ആറ്റംസ് എന്ത് ചെയ്യും, അവിടെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. അത് എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യത്തില്ല. അവിടെ ഇലക്ട്രോൺസ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ എൻ ടൈപ്പ് കണ്ടക്ടിവിറ്റി അവിടെ പോസിബിൾ ആകുന്നത്. ഓക്കെ, എൻ ടൈപ്പ് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ എഴുതാൻ അറിഞ്ഞിരിക്കണം. കാരണം ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് അതിന്റെ വർക്ക്, ഒരിക്കലും അത് മിസ്റ്റേക്ക് വരുത്തി തെറ്റിക്കല്ലേ. കാരണം നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഷഫിൾ ആയി പോകേണ്ട ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ജെർമേനിയം ആയാലും സിലിക്കൺ ആയാലും വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ റീപ്ലേസ് ചെയ്ത് എന്താക്കാം, നിങ്ങൾക്ക് സിലിക്കൺ വേണമെങ്കിൽ ആക്കാം. ഓക്കെ, അതിൽ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ സിലിക്കണിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ബോണ്ട് ബ്രേക്സിന്റെ വോൾട്ടേജസ് ഒക്കെ എഴുതണമെങ്കിൽ ശ്രദ്ധിച്ച് എഴുതണം. ആ ഒരു കാര്യം മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇല്ല, നമ്മൾ സിലിക്കൺ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താലും ജെർമേനിയം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താലും രണ്ടും എന്ത് തന്നെയായിരിക്കും, നമുക്ക് അവിടെ സെയിം എഫക്റ്റ് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എന്ത് ചെയ്യുന്നു, ഇവിടെ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, അവിടെ കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിൽ നോർമൽ കണ്ടക്ടർ പോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇതൊക്കെ ആഡ് ചെയ്ത് ഇമ്പ്യൂരിറ്റി ഒക്കെ ആഡ് ചെയ്ത് നോർമലി കണ്ടക്ഷൻ നടക്കുന്ന മീൻസ് എന്താണ്, പിന്നെ അത് സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പ്യൂരിറ്റി ഒക്കെ ആഡ് ചെയ്ത് അതിന്റെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് ആക്ട് ചെയ്തോളും, നമ്മുടെ കോപ്പറിലും നമ്മുടെ സിൽവറിലും ഗോൾഡിലൊക്കെ എങ്ങനെയാണോ നമുക്കൊരു കണ്ടക്ഷൻ നടക്കുന്നത്, അതുപോലെ എന്ത് ചെയ്യും, നോർമൽ ഒരു കണ്ടക്ടർ പോലെ അങ്ങ് ആക്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അത് നോർമലി ഒരു കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഫിഗർ വരച്ചത്. നമ്മളിവിടെ ഇപ്പോൾ ഒരു സർക്യൂട്ട് വരച്ചില്ലേ, നോർമൽ കണ്ടക്ടർ നമ്മൾ വരച്ചാലും ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ടേംഡ് ആസ് എൻ ടൈപ്പ് കണ്ടക്ടിവിറ്റി ഓർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഓക്കെ, ഇതാണ് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എൻ ടൈപ്പ് കഴിഞ്ഞാൽ നേരെ എന്തിലോട്ടാണ് നമ്മൾ പോകുന്നത്, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പോകുന്നത്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പി ടൈപ്പ് എന്തായിരിക്കും കാണിക്കുന്നത്, പി ടൈപ്പ് പി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് നമുക്ക് പറയാം. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു എൻ ടൈപ്പിൽ നമ്മുടെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്തായിരിക്കും, ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം, നമുക്ക് 3 ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യേണ്ടത് അവിടെ വേണ്ടത്. ഓക്കെ, അതാണ് നമ്മുടെ ട്രൈ വാലന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി ഗാലിയം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഗാലിയം. ഓക്കെ, ഗാലിയം യൂസ് ചെയ്യും. ഗാലിയത്തിന്റെ അറ്റോമിക് നമ്പർ വന്നിട്ട് 31 ആണ് വരുന്നത്. ഓക്കെ, 31 ആണ് ഗാലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് യൂസ് ചെയ്യുന്ന ഇൻഡിയം ആണ്. ഓക്കെ, ഇൻഡിയം എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ വന്നിട്ട് 49 ആണ്. ഓക്കെ, അപ്പോൾ ഗാലിയം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ എന്താണ് യൂസ് ചെയ്യുന്നത്, നമ്മളവിടെ ഇൻഡിയം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗാലിയവും അതുപോലെ തന്നെ ഇൻഡിയവും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സാധാരണ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗാലിയവും ഇൻഡിയവും നമ്മളവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ 31 40, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരും, 3 ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളിൽ ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ നമുക്കൊരു ജെർമേനിയം ക്രിസ്റ്റൽ നമുക്ക് ഇതിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ജെർമേനിയം വരയ്ക്കുന്നു. നോർമൽ ബോണ്ടിങ് എങ്ങനെയായിരിക്കും, ഇതുപോലെ കോവലന്റ് ബോണ്ടിങ് എന്ത് ചെയ്തിരിക്കും, തൊട്ട് അടുത്തുള്ള ആറ്റമായിട്ട് അവിടെ കോവലന്റ് ബോണ്ടിങ്ങിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ജെർമേനിയം. ഓക്കെ, ഈ സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ജെർമേനിയം ആറ്റംസ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോണ്ടിങ്.
ഓക്കെ, എല്ലാവരും എന്തില്ല ബോണ്ടിങ്ങിൽ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്യുവർ സെമി കണ്ടക്ടർ. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് എന്ത് ചെയ്യും, ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഗാലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 3 ഇലക്ട്രോൺസ് വരുന്നുണ്ടെങ്കിൽ ബാക്കി എന്തായിരിക്കും, അവിടെ ഫ്രീ ആയിരിക്കും, വേറെ ഒന്നും കാണത്തില്ല, ഒരു വാക്കന്റ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടിക്കാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡോപ്പിംഗ് പ്രോസസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ജെർമേനിയത്തിനെ മാറ്റിയിട്ട് ഒരു ജെർമേനിയം ക്രിസ്റ്റൽ മാറ്റിയിട്ട് ആറ്റം മാറ്റിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ കൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ജെർമേനിയം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജെർമനിയിലെ ഗാലിയം ആണ്, ഞാൻ പറഞ്ഞു വന്ന മിസ്റ്റേക്കാ. ഗാലിയം GA ആണ് കേട്ടോ, ഗാലിയം. ഓക്കെ, ഗാലിയം അല്ലെങ്കിൽ ഇന്ത്യ ഏതായാലും മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനെന്ത് ചെയ്യും, നേരെ കൊണ്ടുവന്ന് നമ്മൾ ഇതിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, 3 മാത്രമേ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുള്ളൂ. അപ്പോൾ 3 ബോണ്ട് ഓക്കെ ആണ്, അത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത ബോണ്ട് എന്ത് സംഭവിക്കുന്നു, തൊട്ടടുത്ത ബോണ്ടിൽ അവിടെ എന്ത് വരുവാണ്, ആ ഒരു കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ അതൊരു വാക്കൻസി ആയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാക്കൻസി അവിടെ വന്നു. ഓക്കെ, വാക്കൻസി അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ആബ്സെൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹോൾസ്. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ കേസാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ അവിടെ ആബ്സെന്റ് ആണെങ്കിൽ, ഇത് പിന്നെ ഈ ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അവിടെ അങ്ങനെ എന്താ ഒരു ഫിസിക്കലി നമുക്കൊരു ഇത് വരത്തില്ല. ആ വാക്കൻസി നമ്മൾ പറയുന്നത് ഹോൾസ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺ, ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എടുത്തോളൂ കേട്ടോ. ഈ ഇലക്ട്രോൺസ് നമുക്കറിയാലോ, ഇലക്ട്രോൺസ് നമുക്ക് എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ അതുപോലെയല്ല, ഹോൾസ് മീൻസ് ഒരു പോസിറ്റീവ് ചാർജ്, ആ ഒരു കൺസെപ്റ്റ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, അല്ലാതെ അവിടെ വാക്കന്റ് ആയിട്ട് ഹോളായിട്ട് ഫിസിക്കലി ഒരു ഹോളായിട്ട് നിൽക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു, അവിടെ ഒരു വാക്കൻസി നിൽക്കുന്നു, അവിടെ ഇലക്ട്രോൺ ഇരിക്കേണ്ട ഒരു ഒക്കുപ്പൻസി ആണ്, പക്ഷെ എന്തായിട്ട് നിൽക്കുന്നുണ്ട്, അതവിടെ ഹോൾ എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ സെമി കണ്ടക്ടറിലാണ് ഈ ഹോൾസ് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബോണ്ടിങ് പഠിക്കുന്ന സമയത്ത് ഹോൾസ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ബേസിക്കലി ഇതിലാണ് നമ്മൾ കൂടുതൽ ആ ഒരു ടേം അവിടെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ഇവിടെ നിന്ന് ഓർത്ത് വച്ചേക്കാം. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, ഹോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ആറ്റത്തെ സംബന്ധിച്ച് ഇപ്പൊ 3 ഓക്കെ ഫിൽഡ് ആയി, പക്ഷെ ഒരിടത്ത് എന്ത് ചെയ്തു, ഒരു ഹോൾ വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരുപാട് ഗാലിയം ആറ്റംസ് നമ്മൾ ഇതിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ നമ്മൾ ഇത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞൊരിക്കലും ആഡ് ചെയ്യത്തില്ല. ഒരു സ്മോൾ ലെവൽ ഓഫ് ഇമ്പ്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ ഒരു ക്രിസ്റ്റൽ എന്ത് ഫോം ചെയ്യുന്നു, ഒരു വാക്കൻസി ഫോം ചെയ്യുന്നു. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഹോൾസ്. ഓക്കെ, ഹോൾസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും, അവിടെ ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ കേസിൽ നമുക്കതിൽ പറയാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ കേസിൽ എന്ത് സംഭവിച്ചു, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ കേസിൽ നമ്മൾ നോക്കിയ സമയത്ത് നമുക്കവിടെ അറിയാം, നമ്മൾ ഗാലിയം അല്ലെങ്കിൽ ഇൻഡിയം പോലുള്ള എലമെന്റ്സ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്, ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു വാക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വാക്കൻസി ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഒരുപാട് ഇത് വരും. സോ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ ഒരു ഗാലിയം ആറ്റം ഒന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വാക്കൻസി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഹോൾസ് വരുന്നുണ്ട്, ഇലക്ട്രോണിന്റെ മിസ്സിംഗ്. ഓക്കെ, ഹോൾസ് ആർ ടേംഡ് ആസ് മിസ്സിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് മിസ് ആവുന്ന ആ ഒരു പോർഷൻ നമ്മൾ എന്ത് പറയുന്നത്, ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഗാലിയം ആറ്റംസ് ആഡ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് ഇവിടെ ഹോൾസ് എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾസ് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ട്രൈവാൽ ഇമ്പ്യൂരിറ്റി ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഈ ഹോൾസിന്റെ കോൺസെൻട്രേഷനെ കൂടി കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോർമലി റൂം ടെമ്പറേച്ചർ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂം ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് വരും. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന റൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തോളും, കണ്ടക്ഷൻ ബാൻഡ്സിൽ അവിടെ ഇലക്ട്രോൺസ് വരും. പിന്നെ അവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ്സിലുള്ള ഇലക്ട്രോൺസ് പോകുന്ന സമയത്തും ഇവിടെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ അത്, അതായത് നമുക്കിപ്പോൾ ഒരു ബാൻഡ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വാലൻസ് ബാൻഡ് എന്ന് വെച്ചോളൂ. അപ്പോൾ വാലൻസ് ബാൻഡിൽ ഓൾറെഡി ഇലക്ട്രോൺസ് ഇരിക്കുവാണ്. ഓക്കെ, ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ്. അപ്പോൾ നോർമലി നമുക്കറിയാം ഈ കണ്ടക്ഷൻ ബാൻഡിൽ ആരുണ്ട്, ഓൾറെഡി അവിടെ നമ്മുടെ ഹോൾസ് നിൽക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ, ഇവിടെ പോസിറ്റീവ് ചാർജ് നിൽക്കുന്നതുകൊണ്ട് ഹോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഹോൾസ് എക്സിസ്റ്റ് ചെയ്തുണ്ടെങ്കിലും ഇവിടുന്ന് ഇലക്ട്രോൺസ് തെർമൽ അജിറ്റേഷൻ വഴി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് മുകളിലോട്ട് അങ്ങ് ജമ്പ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് മുകളിലോട്ട് പോകുന്ന സമയത്തും ഇവിടെ ആര് പ്രൊഡ്യൂസ് ചെയ്യും, ഹോൾസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇതിൽ മൈനോറിറ്റി ക്യാരിയർസ് ആരായിരിക്കും, മൈനോറിറ്റി ക്യാരിയർസ് അല്ലെങ്കിൽ കുറച്ച് വരുന്ന കണ്ടക്ഷൻ സഹായിക്കുന്ന ആരായിരിക്കും, ഇലക്ട്രോൺസ് ആയിരിക്കും. ബാക്കിയെല്ലാം എന്തായിരിക്കും, അവിടെ ഹോൾസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ബേസിക്കലി അവിടെ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾസ് തന്നെയാണ് അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് വരാം, പക്ഷേ ആ ഒരു ഹോൾസ് എന്ത് ചെയ്യും,
അവിടെ നമുക്ക് കൂടുതലായിട്ട് വരും. ഓക്കെ. പിന്നെ അതൊരു കേസ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ഇലക്ട്രോൺസ് അങ്ങ് ചാടി പോയാലും ഈ ഇലക്ട്രോൺസ് ഈ ഹോൾ അങ്ങ് റീകോമ്പിനേഷൻ ചെയ്യും. ഓക്കെ. ഹോൾസ് അവിടെ റീകമ്പൈൻ ചെയ്ത് എന്ത് ചെയ്തോളും, വീണ്ടും അതവിടെ ന്യൂട്രൽ ആയിട്ട് പോകും. അല്ലാതെ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ ഹോൾസ് ആണ് ടോട്ടലി എന്തായിട്ട് വരുന്നത്, കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഒരു കണ്ടക്ടിവിറ്റി നമ്മൾ വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ നമ്മളൊരു പി ടൈപ്പ് മെറ്റീരിയൽ എടുക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ബാറ്ററി സോഴ്സ് വരെ തന്നെ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. നമ്മുടെ ബാറ്ററി സോഴ്സ് വരെ തന്നെ ഇത് എന്ത് ചെയ്തു, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ. ഹോൾസ് ഇതാണ്. അപ്പോൾ ഹോൾസ് എന്ത് ചെയ്യും, ഹോൾസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിന്റെ കണ്ടക്ഷന്റെ ഡയറക്ഷൻ എന്ന് നമുക്കതിൽ പറയാൻ സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് പറയും. ഓക്കെ. അപ്പോൾ ഇതിൽ പി ടൈപ്പ് കണ്ടക്ടിവിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കോവലന്റ് ബോണ്ടിൽ നിന്നും എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലോട്ട് എന്ത് ചെയ്യും, ഫ്രീ ഇലക്ട്രോൺസ് അവിടെ വരേണ്ട ചാൻസസ് ഉണ്ട്. കാരണം ജമ്പ് ചെയ്യാം, ആ ഒരു തെർമൽ ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ജമ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് നമ്മുടെ എൻ ടൈപ്പ് ആയിരുന്നു. ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പി ടൈപ്പ് ആണ് നമുക്കതിൽ പറയാൻ സാധിക്കും. ഓക്കെ. ഇതിൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു എൻ ടൈപ്പിലും പി ടൈപ്പിലും വരുന്ന ചാർജസ് ആണ്. ഓക്കെ. എന്തൊക്കെ ചാർജസ് ആണ് അതിൽ വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് കൊണ്ടുവരണം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ശരിക്കും നമ്മുടെ ഈ ഒരു പി ടൈപ്പിലും നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തി എങ്ങനെയായിരുന്നു, പി ടൈപ്പ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. പി ടൈപ്പ് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആണ്. എൻ ടൈപ്പ് അവിടെ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. നോർമലി ഈ ഒരു കൺക്ലൂഷന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ. മിസ്റ്റേക്ക് മീൻസ് അത് ഓൾറെഡി ആ ഒരു തിയറിറ്റിക്കലി ഉള്ളതാണ്. മിസ്റ്റേക്ക് എന്നല്ല, ശരിക്കും അത് കറക്റ്റ് അല്ല നമ്മൾ ആ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ. നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് എന്താണ്, എൻ ടൈപ്പിൽ കറണ്ട് കണക്ഷൻ നടക്കുന്നത് ബിക്കോസ് ഡ്യൂ ടു ദ ഇലക്ട്രോൺസ് ആണ്. പി ടൈപ്പിൽ നടക്കുന്ന ഹോൾസ് കാരണമാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓൾറെഡി കാര്യം ശരി തന്നെയാണ്, പോസിറ്റീവും നെഗറ്റീവോട് വരുന്നു. ഓക്കെ. എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് കാരണവും പി ടൈപ്പിൽ ഹോൾസ് കാരണം നടക്കുന്നത്, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ പി ടൈപ്പ് മെറ്റീരിയലിനും എൻ ടൈപ്പ് മെറ്റീരിയലിനും നെറ്റ് നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ അവിടെ പുറത്ത് കിട്ടുന്നില്ല. ഓക്കെ. അതായത് നമ്മളിന്റെ പൊളാരിറ്റി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എൻ ടൈപ്പ് മെറ്റീരിയലും പി ടൈപ്പ് മെറ്റീരിയലും ബേസിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ. അവരെന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും, അവർക്ക് പ്രത്യേകിച്ച് ചാർജ് ഇല്ല. ഇപ്പൊ ഇതൊരു ചാർജ് ഉള്ള ഒരു പാർട്ട് ഒരു ഇതായിരുന്നു, നമുക്ക് ബാറ്ററി സോഴ്സ് യൂസ് ചെയ്തുകൂടെ? അങ്ങനെയല്ല ഇത് വരുന്നത്. ഓക്കെ. നമുക്കറിയാം നമ്മുടെ ബാറ്ററി ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്, നെഗറ്റീവ് ടെർമിനലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഇങ്ങോട്ട് കറണ്ട് കിട്ടും. അതുപോലെ എന്തല്ല, ഈ ഒരു പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും എങ്ങനെയല്ല ആക്ട് ചെയ്യുന്നത്, നമ്മുടെ സാധാരണ ഒരു ബാറ്ററി സോഴ്സ് പോലെ ഒന്നും ആക്ട് ചെയ്യത്തില്ല. കാരണം അവർക്ക് എന്തില്ല, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഇല്ല. ഓക്കെ. അവരുടെ ആ ഒരു എണ്ണം, അതിനൊരു ചാർജിന്റെ എണ്ണം ഏതാണ് കൂടുതൽ, ഇലക്ട്രോൺസ് വരെയും കൂടുതൽ. അപ്പോൾ നെറ്റ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പോൾ അതിൽ ശരിക്കും നമുക്കിപ്പോൾ നമ്മുടെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ. എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അത് നമ്മുടെ ഡോണർ ഇമ്പ്യൂരിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഓരോ ആറ്റംസും എന്ത് ചെയ്തോളും, ഈ ഡോണർ ഇമ്പ്യൂരിറ്റി അവിടെ എന്ത് ചെയ്യും, അതവിടെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആക്കും. ഓക്കെ. അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രിക്കലി എന്ത് ചെയ്യും, അവിടെ ന്യൂട്രൽ ആക്കും. അപ്പോൾ നമ്മൾ ഇമ്പ്യൂരിറ്റി ആറ്റം ഇതുമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ നമ്പറിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ അതെന്ത് ചെയ്തോളും, ഇതിന്റെ ബോണ്ടിങ്ങുമായിട്ട് ഫോം ചെയ്തിട്ട് ശരിക്കും അവിടെ പ്യുവർലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവര് ന്യൂട്രൽ ആണ്. ഓക്കെ. നമ്മളിപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മുടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ബേസിക്കലി അതൊരു ന്യൂട്രൽ ആണ് നമുക്കതിൽ പറയാൻ സാധിക്കാം. ഓക്കെ. ന്യൂട്രൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ നമുക്ക് പറ്റും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഒരു ബോണ്ടിങ്ങിൽ എന്ത് ചെയ്യും, അത് ഏർപ്പെട്ട് ന്യൂട്രൽ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ നോക്കി കൺഫ്യൂഷൻ ആക്കണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണം എന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, അത് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് വെച്ചേക്കുക. ഓക്കെ. ഇതിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നമുക്കത് നോക്കി വരണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് വെച്ചേക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഒരിക്കലും അതൊരു ചാർജ് സപ്ലൈ ചെയ്യുന്ന ഒരു ഇതായിട്ട് ആക്ട് ചെയ്യില്ല. ഓക്കെ. ഇപ്പോൾ ഒരു മെറ്റീരിയലിന് പോസിറ്റീവ് ചാർജും മറ്റൊരു നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് പവർ ഇങ്ങോട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും. നമ്മുടെ ബാറ്ററി ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ. ഒരിക്കലും അത്തരത്തിൽ എന്ത് ചെയ്തില്ല, നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഇതിന് ഒരു പോസിറ്റീവും മറ്റൊരു എന്തായിരിക്കും, മറ്റേ നെഗറ്റീവായിട്ട് എന്ത് ചെയ്യും, അവിടെ ആക്ട് ചെയ്യും എന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അവിടെ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഇവ രണ്ടുപേരും ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ. എൻ ടൈപ്പ് എടുത്താലും പി ടൈപ്പ് എടുത്താലും എന്ത് ചെയ്യത്തില്ല, അവർ പ്രത്യേകിച്ച് പൊളാരിറ്റി ഒന്നും കാണിക്കത്തില്ല. അവർ ന്യൂട്രൽ മെറ്റീരിയൽ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഇവർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇവർക്ക് എന്തെങ്കിലും ഒരു പൊളാരിറ്റീസ് അവിടെ ഫോം ചെയ്ത് വരുള്ളൂ, നമുക്കതിൽ പറയാൻ സാധിക്കും. ഓക്കെ. ഓക്കെ. അപ്പോൾ ആ ഒരു കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നില്ല. ഓക്കെ. പിന്നീട് നമ്മുടെ മെജോറിറ്റി ക്യാരിയേഴ്സും
മൈനോറിറ്റി കാരിയഴ്സും ആണ്. അപ്പോൾ എൻ ടൈപ്പ് മെറ്റീരിയൽ എന്തുണ്ട്? മെജോറിറ്റി കാരിയഴ്സ് മൈനോറിറ്റി കാരിയഴ്സ് ആണെന്ന് നോക്കിക്കാം. മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി. ഓക്കെ, മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി. അപ്പോൾ ഇതിൽ മെജോറിറ്റി കാരിയഴ്സും മൈനോറിറ്റി കാരിയഴ്സും നമുക്ക് ഇവിടെ നോക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു എൻ ടൈപ്പ് മെറ്റീരിയൽസിൽ ആരുണ്ടാവും? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. പി ടൈപ്പ് മെറ്റീരിയൽസിൽ ഹോൾസ് ഉണ്ടാവും. ഓക്കെ, ദെൻ റൂം ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോവലന്റ് ബോണ്ട് ബ്രേക്ക് ആവും. ഓക്കെ, റൂം ടെമ്പറേച്ചർ തൊട്ട് അടുത്ത് വരുന്ന ടെമ്പറേച്ചറിലോ എന്ത് സംഭവിക്കും? കോവലന്റ് ബോണ്ടുകൾ അവിടെ ബ്രേക്ക് ആവേണ്ട ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഹോൾസ് എന്ത് ചെയ്യും? അവിടെ നമുക്ക് റിലീസ് ചെയ്യും. ഓക്കെ, എന്തായാലും കോവലന്റ് ബോണ്ട് ബ്രേക്ക് ആവുന്നു. ബ്രേക്ക് ആവുന്ന സമയത്ത് ഇലക്ട്രോൺസ് ലിബറേറ്റ് ആവും. ഇലക്ട്രോൺസ് എവിടെ എണീറ്റ് പോകുന്നുണ്ടോ അതവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു വേക്കൻസി അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ ടൈപ്പ് മെറ്റീരിയൽ ഹാസ് എ ഷെയർ ഓഫ് ഇലക്ട്രോൺ ഹോൾസ് പെയർ. ഓക്കെ, ഇലക്ട്രോൺ ഹോൾസ് പെയർ എന്ത് ചെയ്യും? അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓൾറെഡി അവിടെ ആരുണ്ട്? എൻ ടൈപ്പിൽ ആരുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ കൂടെയാണ് എന്തുകൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഹോൾ പെയർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? തെർമൽ അജിറ്റേഷൻ വഴി. അപ്പോൾ നിങ്ങൾ ആ ഒരു മനസ്സിൽ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ തന്നെ ആ റൂം ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു? അവിടെ ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇലക്ട്രോൺ ഹോൾസ് പെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ രണ്ട് കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. ഇതെങ്ങനെ പിന്നെ ഇനി ഓക്കെ, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു, ഓക്കെയാണ് വരുന്നു. പക്ഷേ ഇനി എങ്ങനെയാണ് ആ ഒരു ഇലക്ട്രോൺ ഹോൾസ് പെയർ എന്തിനാണ്? കാരണം തെർമൽ ഇത് കാണും. നമ്മൾ ആദ്യമേ പഠിച്ചു കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? അതവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ ഹോൾസ് പെയർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അതിനകത്ത് വരും. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് വരുന്നുണ്ട്. ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും അവിടെ വരുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം എൻ ടൈപ്പ് മെറ്റീരിയൽസിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വരുന്നു. സ്മോൾ നമ്പർ ഓഫ് ഹോൾസ് ആണ് എന്ത് ചെയ്യുന്നത്? അതിലവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രോൺസിന് ഇവിടെ എൻ ടൈപ്പ് മെറ്റീരിയലിൽ ഇലക്ട്രോൺസിന് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? നമുക്കതിനെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹോൾസ് ആരായിരിക്കും? ഹോൾസ് നമുക്ക് വന്നിട്ട് അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ഓക്കെ, മൈനോറിറ്റി കാരിയേഴ്സ് ആണ് അവിടുത്തെ ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ പി ടൈപ്പ് ആണെങ്കിലോ? പി ടൈപ്സ് ഇതിലാണെങ്കിൽ നമുക്ക് ഹോൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പി ടൈപ്പിലാണെങ്കിൽ നമുക്ക് അവിടെ ഹോൾസിന്റെ എണ്ണമായിരിക്കും നമുക്കതിൽ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഹോൾസ് നമ്പർ വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഇതിവിടെ മൈനോറിറ്റി കാരിയേഴ്സും ഇതിവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സും ആണ്. ഓക്കെ, മൈനോറിറ്റി കാരിയേഴ്സ് ആൻഡ് മെജോറിറ്റി കാരിയേഴ്സ്. ഓക്കെ, പിയില് ഹോൾസ് മെജോറിറ്റി, ഇലക്ട്രോൺസ് മൈനോറിറ്റി. ഇവിടെ വരുമ്പോൾ ഇലക്ട്രോൺസ് മെജോറിറ്റി, ഹോൾസ് മൈനോറിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ചാർജ് കാരിയേഴ്സ് ആണ് എവിടെ വരുന്നത്? നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ. ഓക്കെ, നമ്മുടെ ഈ ഒരു എൻ ടൈപ്പിലും പി ടൈപ്പിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ ടൈപ്പ് മെറ്റീരിയൽസിനെ കുറിച്ചും പി ടൈപ്പ് മെറ്റീരിയൽസിനെ കുറിച്ചും സെമി കണ്ടക്ടറിനെ കുറിച്ചും ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് ഇത്രയുമാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കവർ ചെയ്തിരുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇതൊക്കെയായിരുന്നു. ദാറ്റ് ഈസ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച്, ബോൺസ് ഇൻ സെമി കണ്ടക്ടേഴ്സ്, പിന്നെ നമ്മൾ ക്രിസ്റ്റൽസിനെ കുറിച്ച് പഠിച്ചു. ദെൻ എന്ത് ചെയ്തു? നമ്മുടെ കോമൺലി യൂസ്ഡ് ആയിട്ട് സെമി കണ്ടക്ടേഴ്സ് എന്തൊക്കെയാണ് കോമൺലി നമ്മൾക്കറിയാം? സിലിക്കൺ, ജെർമേനിയം, ഇത് രണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിലിക്കൺ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ജെർമേനിയം യൂസ് ചെയ്യുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് ആ സിലിക്കനും ജെർമേനിയം നമുക്ക് അതിൽ വരുന്നത്? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു അതിൻ്റെ എനർജി ബാൻഡ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അതിൻ്റെ എനർജി ബാൻഡ്സ് എങ്ങനെ വരുന്നു? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോൾസിനെ കുറിച്ച്, ഹോൾ കറണ്ട്, ദെൻ എങ്ങനെയാണ് ആ ഒരു നമ്മുടെ സെമി കണ്ടക്ടറിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി വരുന്നത്. ഓക്കെ, ടെമ്പറേച്ചറിന്റെ ഡിപ്പെൻഡൻസി. ഓക്കെ, ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡൻസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടൻസും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും. അപ്പോൾ അതിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, എൻ ടൈപ്പ് എന്നും പി ടൈപ്പ് എന്നും. ഓക്കെ, എൻ ടൈപ്പ്, പി ടൈപ്പ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എൻ ടൈപ്പിനെ കുറിച്ചും പി ടൈപ്പിനെ കുറിച്ചും ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ദെൻ ഈ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു? ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എൻ ടൈപ്പ് വരുന്നത്, എങ്ങനെയാണ് പി ടൈപ്പ് വരുന്നത് നമ്മൾ എന്ത് ചെയ്തു? ഡീറ്റെയിൽ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കുക എങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിലൊക്കെ വരുന്ന മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്, മൈനോറിറ്റി കാരിയേഴ്സ് ആരാണ് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് അവിടെ നോക്കി വച്ചേക്കണം. ഓക്കെ, മെജോറിറ്റി ആരാണ്, മൈനോറിറ്റി ആരാണെന്ന കേസസ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ആ ഒരു മെജോറിറ്റി കാരിയേഴ്സിൻ്റെയും മൈനോറിറ്റി കാരിയേഴ്സും.
അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ആ ഒരു സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് മോഡ്യൂളിലെ മോഡ്യൂൾ 1 M1 U1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു മെയിൻ ടെക്സ്റ്റിൽ 5.1 മുതൽ 5.13 വരെയാണ് ടോപ്പിക്സ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 5.1 ടു 5.1 ടു ഒരു 5.13 വരെയാണ് നമ്മുടെ ഈ ഒരു സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഇനിയുണ്ട് ടോപ്പിക്സ്, അത് നമ്മുടെ പി എൻ ജംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പി എൻ ജംഗ്ഷൻ വേറൊന്നുമില്ല, സിമ്പിൾ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമുക്കിവിടെ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ കിട്ടിയല്ലോ. ഓക്കെ, ഒരു പി ടൈപ്പ് മെറ്റീരിയൽ കിട്ടി. ഇന്ന് നമ്മൾ ഞാൻ ഡീറ്റെയിൽ ഇപ്പോൾ എടുക്കുന്നില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പോകുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ പി ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു എൻ ടൈപ്പ് മെറ്റീരിയൽ എടുക്കും. ഓക്കെ, ഒരു പി ടൈപ്പ് മെറ്റീരിയൽ എടുക്കുന്നു, അടുത്ത് എന്ത് ചെയ്യുന്നു, ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ എടുക്കുന്നു. പിന്നെ വേറെ ഒരു പ്രോസസ്സും ഇല്ല, ഇവരെന്ത് ചെയ്യുക, പരസ്പരം കൊണ്ടുവന്ന് അടുപ്പിച്ച് വയ്ക്കുക. ഓക്കെ, ഈ രണ്ട് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യണം, ഒന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് കൊണ്ടുവന്നതിന് ശേഷം തൊട്ട് അടുത്താക്കി എന്ത് ചെയ്യുക, ഇവിടെ ഇനി വരുന്നില്ല. ഓക്കെ, ഇവിടെ നിയറസ്റ്റിൽ ഒരു സ്ഥലം മതി. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ വയ്ക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, പി ടൈപ്പും എൻ ടൈപ്പും ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ജംഗ്ഷൻ ഫോം ചെയ്തേ, ഈ ജംഗ്ഷൻ വിളിക്കുന്ന പേരാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ പി എൻ ജംഗ്ഷൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഡയോഡാണ്. ഡയോഡ് കേട്ടുണ്ടായിരിക്കും, ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ ഇരിക്കും ഡയോഡ് കാണാനായിട്ട്. ഓക്കെ, നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയോഡ്സ്. നിങ്ങൾ റെക്ടിഫയർ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഡയോഡ്സ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് ഡയോഡ് എന്താണെന്ന് പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യും, ഒരു മാർക്കിങ്സ് ഇങ്ങനെ ഉണ്ടാവും. അത് ആനോഡും കാഥോഡും പാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ യൂണി ഡയറക്ഷൻ ആണ്. ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്തുള്ളൂ, ഇതിവിടെ കറണ്ട് ഫ്ലോ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് നോക്കാം എങ്ങനെ വർക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി എന്ത് ചെയ്യത്തില്ല, ഒരു ഡയറക്ഷനിൽ മാത്രമേ പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് കണ്ടക്ട് ചെയ്യാറുള്ളൂ. മറ്റൊരു ഡയറക്ഷനിൽ എന്ത് ചെയ്യത്തില്ല, കണ്ടക്ഷൻ അവിടെ നമുക്ക് നടത്തില്ല. ഓക്കെ, അതവിടെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഓഫ് സ്വിച്ച് പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, എന്ത് ഡൗട്ട് ആണെങ്കിലും ഇപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവരായാലും ഇപ്പോൾ ലൈവിലുള്ളവരായാലും ആരായാലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ ആ ഒരു സെക്ഷനിൽ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ പറയുക. ദെൻ എങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്സ് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ല, ഇനി ക്ലാസ് നടക്കുന്ന സമയത്താണ് ഡൗട്ട് തോന്നുമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് ചോദിക്കുക. എക്സ്ട്രാ ക്ലാസ് അറേഞ്ച് ചെയ്തായിരിക്കും എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ.